പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ദീപ്തി ചെന്ന് പറഞ്ഞ പ്രകാരം വാസവനാണെങ്കിൽ പുളിക്കനെ കണ്ടെത്താൻ വേണ്ടി അന്വേഷണം തുടങ്ങുകയാണ്. അതിന് രാജേട്ടനെയും അനിയൻകുട്ടനെയും ജോസഫിനെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പം അവർ പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോ കാണിച്ച് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിന് പ്രതികരണം വന്നു. നാഗർകോവിലിനടുത്ത് ഇയാളെ കണ്ടതുപോലെ അവിടുത്തെ ഒരു കടയിൽ ഇയാൾ ചായ കുടിക്കാൻ ചെന്നെന്നാണ് ആ വിളിച്ചയാൾ പറഞ്ഞെന്നുള്ള കാര്യം ജോസഫ് പറയാണ്. അപ്പം വാസവൻ പറയാണ്, എന്നെങ്കിൽ ഒട്ടും താമസിക്കേണ്ട, നിങ്ങൾ അങ്ങോട്ട് പോകും, അവനെ തിരിച്ചറിഞ്ഞിട്ട് കൂടെ ഈ ജോണിയും കൂടെ വരും എന്നും പറഞ്ഞ് അയാളെയും കൂടെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവർ ഞങ്ങൾ പോയിട്ട് വരാം എന്നുള്ള വാക്കും കൊടുത്ത് വാസവൻ്റെ അടുത്ത് നിന്ന് പോവുകയാണ്. അപ്പം വാസവൻ പറയുന്നുണ്ട്, കൂടെ പോകുമ്പം അവൻ തന്നെയാണെങ്കിൽ ജോണി എന്നെ അറിയിക്കണം എന്ന് പറയുകയാണ്. അപ്പം അയാൾ അറിയിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ കാര്യം പുളിക്കനെ നാഗർകോവിൽ വെച്ച് കണ്ട കാര്യം ഉടനെ ജോണിയാണെങ്കിൽ ചന്ദ്രശേഖരനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ജോണി, ഈ വാർത്ത തന്നതിന് നന്ദി, ഉടനെ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചോളാം. അപ്പോൾ ജോണി പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും രാജനും അതേപോലെ ജോസഫും അനിയൻകുട്ടനും കൂടെ ഞാനും പോകുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ നാളെ തന്നെ നാഗർകോവിലിന് തിരിക്കും. അപ്പം അതിന് മുമ്പേ അവൻ അവിടെ തന്നെ ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറയണം. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, ജോണി ഭയപ്പെടേണ്ട, ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ ഈ സമയത്താണെങ്കിൽ മാഷും കമലമ്മയും ഹോസ്പിറ്റലിൽ തന്നെയാണ്. കമലമ്മയ്ക്ക് ഇപ്പം വന്നതിനേക്കാൾക്ക് നല്ല ആശ്വാസമുണ്ട്. വേദ വന്നിട്ട് പോയിടം തൊട്ട് നല്ല ആശ്വാസമുണ്ട്. അപ്പം മാഷ് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് കമലെ എന്ന് ചോദിക്കുകയാണ്. എനിക്കിപ്പം നല്ല മാറ്റമുണ്ട്, ടെൻഷനൊക്കെ മാറിയെന്ന് പറയാണ്. അപ്പം മാഷ് പറയാണ്, ഞാൻ ശ്രദ്ധിച്ച് വേദ വന്നതിന് ശേഷം നിനക്ക് നല്ല മാറ്റമുണ്ടല്ലോ, വേദ നിന്നോട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല മാഷേ, വേദ ഒന്നും പറഞ്ഞില്ല. അല്ല, നീ എന്നോട് കള്ളം പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും, അത് ഉറപ്പുള്ള കാര്യമാണ്. എന്നോട് പറ, എന്താ വേദ എന്നോട് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. വേദ വന്നതിന് ശേഷമാണല്ലോ നീ പഴയ പോലെ ഊർജ്ജസ്വലതയും അതുപോലെ സന്തോഷവതിയായത്. വേദ നിന്നോട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അത് മാഷേ, എന്നോട് ആരോടും പറയില്ലെന്ന് പറഞ്ഞാൽ വേദ ഇത് പറഞ്ഞേ. നീ എന്നോടല്ലേ പറയുന്നത്, നീ പറഞ്ഞോളം പറയാണ്. അതെ, വിക്രമാണെങ്കിൽ വേദയുടെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ മാഷ് ഞെട്ടുവാണ്. വേദയുടെ കൂടെയോ? വേദയുടെ കൂടെ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, വിക്രം എൻ്റെ കൂടെ ഉണ്ടെന്നാണ് വേദ പറഞ്ഞത്. അപ്പം മാഷിനൊരു സന്തോഷമാകുന്നുണ്ട്. നീ ചോദിച്ചില്ലേ അവൻ എവിടെയാണെന്ന്? ഇല്ല, അത് ഞാൻ ചോദിച്ചില്ല മാഷേ, അന്നേരത്തെ ആ സന്തോഷത്തിനിടയ്ക്ക് വിട്ടുപോയി. എന്നാലും വേദ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. വേദ അവളുടെ അടുത്ത് സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും, അതാ വേദ എന്നോട് അങ്ങനെ പറഞ്ഞെന്ന് പറയാണ്. അപ്പോൾ മാഷ് പറയാണ്, വേദ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായിരിക്കും, അവൻ ഇപ്പോൾ സുരക്ഷിതമായി തന്നെ ആയിരിക്കും ഇരിക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോറിൽ ആരോ വന്ന് തട്ടുന്നത്. അപ്പം ഡോറിൽ ആരോ വന്ന് തട്ടുമ്പം കമല പറയുന്നുണ്ട്, സിസ്റ്റർ എങ്ങാനുമായിരിക്കും, മാഷ് ചെന്ന് തുറക്കാൻ പറയുകയാണ്. അങ്ങനെ മാഷ് ചെന്ന് തുറക്കുമ്പം ഒരാൾ തലയിലിങ്ങനെ മുണ്ടൊക്കെ ഇട്ട് മാസ്കൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. മാഷിനെ നോക്കുവാണ്. നോക്കുമ്പോഴത്തേക്ക് ആ ആൾ മാസ്ക് താത്ത് കാണിക്കുന്നുണ്ട്. നോക്കുമ്പോൾ വിക്രം. മാഷിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പം വാ മോനെ, കയറി വാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിക്രത്തെ മുറിക്കുള്ളിലേക്ക് വെച്ചിട്ട് ഡോറങ്ങ് അടയ്ക്കുന്നുണ്ട്. അപ്പം പെട്ടെന്നാണെങ്കിൽ കമലാമ്മയാണെങ്കിൽ വിക്രത്തെ കാണുകയാണ്. വിക്രത്തെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവുമാണ്. മോനെ വിക്രം എന്നും പറഞ്ഞുകൊണ്ട് കമലമ്മ ഭയങ്കര സന്തോഷത്തോടെ എണീക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അമ്മ എണീക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഓടി വന്ന് കമലമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ കമലമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് സന്തോഷമായി, നീ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ വേദയുടെ കൂടെ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായെന്ന് കമലമ്മ പറയുകയാണ്. അപ്പം വിക്രം ചോദിക്കുകയാണ്, അമ്മ എന്നെക്കുറിച്ച് ഓർത്ത് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എനിക്കൊരു കുഴപ്പമില്ലമ്മേ, ഞാൻ വേദയുടെ കൂടെ സുരക്ഷിതയാണ്, അല്ലെങ്കിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാനെന്തിനാ ഭയക്കുന്നത് എന്ന് വിക്രം ചോദിക്കുകയാണ്. അപ്പം കമലമ്മ പറയാണ്, എന്നെ തിരക്കി പോലീസും വാസവൻ്റെ ആൾക്കാർ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അമ്മ ഇങ്ങനെ സമാധാനമായിട്ടിരിക്കും മോനെ എന്ന് ചോദിക്കുകയാണ് കമലമ്മ. അപ്പോഴത്തേക്ക് മാഷ് അവിടെ വന്നിരിക്കുന്നു. മാഷ് ആണെങ്കിൽ വിക്രത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിൻ്റെ വായിൽ നിന്ന് തന്നെ അറിഞ്ഞപ്പം തന്നെ എനിക്ക് സമാധാനമായി. പിന്നെ നീ എന്തിനാ ഭയക്കുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അച്ഛൻ ഉറപ്പുള്ള കാര്യമാണെന്ന് മാഷും പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് വിക്രത്തിന് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ മാഷ് പറയാണ്, നീയാണെങ്കിൽ സറണ്ടർ ആവണമെന്ന് പറയാണ്. അപ്പം കമലമ്മ ഞെട്ടി ചോദിക്കുകയാണ്, ഇതെന്താ പിടി കൊടുക്കണമെന്നാണ് മാഷ് പറയുന്നത്? എൻ്റെ മോനെ അവരെ കൈ കെട്ടിക്കാൻ എല്ലാവരുടെ ശരിയാക്കുമെന്ന് കമലമ്മ പറയാണ്. അപ്പം മാഷ് പറയാണ്, വേദയില്ലയോ കോടതിയിൽ
നീ സറണ്ടർ ആവണം. വേദയുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് മാഷ്. അപ്പം വിക്രം ഒന്നും പറയാതെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മാഷിനെയും കമലമ്മയും കണ്ടിട്ട് വിക്രം തിരിച്ചെത്തുന്നുണ്ട്. തിരിച്ചെത്തുമ്പം തന്നെ വേദയ്ക്കാണെങ്കിൽ ഒരു സമാധാനമാവുന്നുണ്ട്. ഇത്ര നേരമായി വിക്രം പോയിട്ട് ആരെങ്കിലും കണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ഈ ഒളിപ്പിച്ച് വെച്ചിരുന്നതെല്ലാം പുറത്തായനെ. മാത്രമല്ല അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ വാസവൻ്റെ ആൾക്കാരൊന്നും വെറുതെ വിടത്തില്ല എന്ന് പറയാണ്. അപ്പം ഞാനെന്തായാലും തിരിച്ചു വന്നല്ലോ എന്ന് പറയാണ്. വേദയാണെങ്കിൽ ഇന്ന് കട്ടിലയിൽ, വിക്രം താഴെയാണ് കിടക്കുന്നത്. അപ്പം വിക്രം പറയാണ്, ഞാനാണെങ്കിൽ ഈ പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്ന്, എന്നിട്ട് നിൻ്റെ മണ്ടനായ ചേട്ടനോ അത് അച്ഛനോ ആരും അറിഞ്ഞില്ല. ഇത് വലിയ ജഡ്ജിയുടെ വീടാണെന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ ഈ വീട്ടിൽ ആര് കയറിയാലും ആര് പോയാലും ആരും അറിയത്തില്ലല്ലോ. നിൻ്റെ ചേട്ടൻ വലിയ ബുദ്ധിമാനാണെന്നാണല്ലോ നീ എപ്പോഴും പറയുന്നത്. അയാളും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു നടക്കുന്നത്. പക്ഷേ അയാൾ താമസിക്കുന്ന ആ വീട്ടിൽ തന്നെ വേറൊരാൾ ഞാൻ താമസിക്കുന്നിട്ട് അയാൾ അറിഞ്ഞതുപോലും ഇല്ല. അയാൾക്ക് കണ്ടുപിടിക്കാനും പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വിക്രമാണെങ്കിൽ ഇരുന്ന് കളിയാക്കിയാണ് വേദ. അവിടെ ഇരുന്ന് അങ്ങ് ചിരിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, വിക്രം ആവശ്യമില്ലാതെ ഇരുന്ന് പറയല്ലേ. ഞാൻ പറഞ്ഞല്ലോ അച്ഛനെ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന്. അപ്പം വിക്രം പറയാണ്, ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ, അച്ഛനല്ലേ പറഞ്ഞത്, വേറൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വിക്രം പറയാണ്. പിന്നെ നിൻ്റെ ചേട്ടൻ അവനൊരു മണ്ടന, അവൻ ഈ പൊണ്ണത്തടിയും ഇതൊക്കെ ഉള്ളൂ, അല്ലാതെ അവനൊരു മണ്ടനാണെന്ന് പറയാണ്. അപ്പം വേദ അങ്ങ് വല്ലാതാവുന്നുണ്ട്. അപ്പം വിക്രം വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യം എന്ന് വേദ പറയാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് വിക്രം. എൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാൾ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. അയാൾ നമ്മൾ വിചാരിക്കുന്നുള്ള ഒരു പാവവും ഒന്നും അറിഞ്ഞൂടാത്ത ആളൊന്നും അല്ല എന്ന് പറയാണ്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, അതെന്താ വേദേ നീ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നിൻ്റെ ചേട്ടൻ ഇവിടെ വന്നപ്പം നീ ആണെങ്കിൽ ചേട്ടനടുത്ത് പറയുന്നത് കേട്ട് ഞാൻ വിക്രത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന കാര്യം ഞാൻ പറയണമെന്ന്. അത് കേട്ടപ്പോൾ അയാൾ പെട്ടെന്ന് ഈ മുറിയിലോട്ട് കയറാതെ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട്. അപ്പം നീയും ചേട്ടനും തമ്മിൽ എന്തോ ഒരു കാര്യമുണ്ട്, നീ എന്നോട് പറയാണ്. അപ്പോൾ വേദ പറയാണ്, അതൊന്നുമില്ല വിക്രം, പറ എന്ന് പറയാണ്. അങ്ങനെ വിക്രം നിർബന്ധിക്കുമ്പോൾ വേദ പറയുകയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഒരാളല്ല ആ ആൾ. ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത് എൻ്റെ സ്വന്തം ചോരയോട് തന്നെയാണെന്ന് വിക്രത്തിനോട് പറയുകയാണ്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, എന്താ നീ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിക്രത്തിന് മനസ്സിലായില്ലേ, എൻ്റെ ഈ യുദ്ധം എൻ്റെ സ്വന്തം ചോരയോടാണ് വിക്രം. എന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന ആ ശ്രീകാന്ത് ഉണ്ടല്ലോ, അയാൾ ഈ പുറത്ത് കാണുന്ന ആളൊന്നുമല്ല. അയാളുടെ ഉള്ളിൽ ഒരു വലിയ ചെകുത്താനുണ്ട്. അത് ഈ അടുത്ത കാലത്താണ് എനിക്ക് തിരിച്ചറിഞ്ഞതെന്ന് പറയണം. അപ്പം വിക്രം ഇങ്ങനെ സംശയത്തോടെ ചോദിക്കണം, എന്താ വേദ എന്നോട് പറയാണ്. നീ എന്തോ അയാളുമായിട്ട് ഡീലുണ്ട്, അതാണ് അയാൾക്ക് നിന്നെ ഇത്രയും ഭയം എന്ന് പറയണം. അപ്പം വേദ പറയാണ്, അത് വിക്രത്തിനോട് ഞാൻ എന്നായാലും പറയണമെന്ന് വിചാരിച്ച. ഇപ്പം തന്നെ വിക്രം ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. അന്ന് അച്ഛനെ തട്ടിക്കൊണ്ട് പോയത് വേറെ ആരുമല്ല, ഇയാളാണ്, ശ്രീകാന്താണ്. എന്നിട്ട് അയാൾ തട്ടിക്കൊണ്ട് പോയിട്ട് എന്നോട് വില പേശിയതാണ്. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം, അതാണ് അയാൾ പറഞ്ഞ ഡിമാൻഡ്. എന്നാൽ മാത്രമേ അച്ഛനെ വിടത്തോളം എന്നാണ് അയാൾ പറഞ്ഞത്. അതിനു വേണ്ടിയാണ് അയാൾ 2-3 ദിവസം അച്ഛനെ തട്ടിക്കൊണ്ട് പോയത്. ഞാൻ ആ ഡിമാൻഡ് അംഗീകരിച്ചതിന് ശേഷമാണ് അയാൾ അച്ഛനെ വിട്ടത്. ഞാൻ പറഞ്ഞതാണ്, വിക്രം മലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം എന്ന് അയാൾക്ക് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് അയാൾ അച്ഛനെ വിട്ടതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. വിക്രമാണെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്നോട് ഇത്രയും കാലമായിട്ട് പറയാൻ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പം പറയാണ്, അത് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നതാണ്, ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിക്രത്തിൻ്റെ വീട്ടിലുള്ള ആർക്കെങ്കിലുമൊക്കെ ആപത്ത് വരുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയാണ്. ഇപ്പം വിക്രത്തിന് മനസ്സിലായില്ലേ, നമ്മൾ വിചാരിച്ച പോലുള്ള ഒരാളല്ല ശ്രീകാന്ത്. അയാൾ എന്നെ തന്നെ ചതിക്കുകയായിരുന്നു, സ്വന്തം ചോരയായ എന്നോട് തന്നെ ഇത്രയും വല്ല ചതിയാണ് കാണിച്ചതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് സഹിക്കാൻ പറ്റില്ല. വിക്രം ചാടി എണീക്കുകയാണ്. അപ്പോൾ വേദ എണീച്ചിട്ട് വയ്ക്കുന്നത്, എങ്ങോട്ട് പോകുന്നു, അയാളുടെ അടുത്ത് ഇപ്പം തന്നെ ചോദിച്ച് അയാൾക്ക് കൊടുക്കേണ്ട 2 കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് വിക്രം ചാടി എണീച്ച് പോകാനൊരുങ്ങുവാണ്. അപ്പോഴത്തേക്ക് വേദ പറയാണ്, വിക്രം എന്തോ ഈ കാണിക്കുന്നത്, ഇപ്പം അങ്ങോട്ട് ചെന്ന് ഇത് ചോദിച്ച് അയാളോട് തന്നെ സമ്മതിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, എൻ്റെ അച്ഛനെ 2-3 ദിവസം ഒരേ മയക്കത്തിൽ അയാൾ കടത്തിയതാണ്, എന്തൊക്കെയോ ഇഞ്ചെക്ട് ചെയ്ത് എൻ്റെ അച്ഛനെ ബോധമില്ലാതെ കിടത്തിയാണ്, അയാളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് പറയണം. അപ്പം വേദ പറയാണ്, വിക്രം സമാധാനിപ്പിക്കുക, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, അയാളുടെ ദുഷ്ടത്തിലൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം ഓടിപ്പോയി ചെന്ന് ചോദിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ വന്നില്ല. വിക്രത്തിനെ പോലീസിനെ ഏൽപ്പിക്കും, അല്ലാതെ വേറൊന്നും സംഭവിക്കത്തില്ല. ഇനി
നമ്മൾ നന്നായിട്ട് ചിന്തിച്ച് അയാളെ ഇനി ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ അച്ഛനോട് കാണിച്ച ക്രൂരതയ്ക്ക് തിരിച്ചടിയാകത്തുള്ളൂ. അല്ലാതെ വിക്രം ഓടിച്ചെന്ന് അയാൾക്ക് ഇപ്പോൾ 2 അടി കൊടുത്തുകൊണ്ടോ ഒരു കാര്യമില്ല. വിക്രത്തെ പിടിച്ച് അയാൾ പോലീസാകും. ഈ പറയുന്നതെല്ലാം നുണക്കഥയാണെന്ന് അയാൾ വരുത്തി തീർക്കും. അങ്ങനെ പറ്റത്തില്ല. കൃത്യമായ തെളിവോടെ അയാളെ പൂട്ടണം എന്നും പറഞ്ഞ് വിക്രത്തെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ വിക്രത്തിന് ദേഷ്യം കാരണം സഹിക്കാൻ വയ്യ. അങ്ങനെ വേദ എല്ലാ സത്യങ്ങളും വിക്രത്തോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്.